എന്തായാലും വണ്ടിയൊക്കെ എടുത്തതല്ലേ, അപ്പോൾ വണ്ടിയിൽ പിള്ളേരുടെ പേരൊക്കെ ഒന്ന് സ്റ്റിക്കർ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്നെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു വാ നമുക്ക് പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്റ്റിക്കർ കടയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ്റെ പേര് ഞാൻ സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനെ ഞാൻ മായു എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ചേട്ടൻ അറിയില്ല ചേട്ടൻ്റെ പേര് ഞാൻ സ്റ്റിക്കർ ചെയ്യുമെന്ന്. ഞാൻ പിള്ളേരുടെ രണ്ടുപേരുടെ പേര് മാത്രം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ പോയപ്പോൾ ഞാൻ പേരൊക്കെ സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടൻ്റെ പേര്, പിന്നെ പിള്ളേരുടെ പേരൊക്കെ ചെയ്തിട്ട്. പിന്നെ എൻ്റെ വണ്ടിയിലെ ഹാൻഡിലിൽ ചെറിയൊരു സംഭവം ഇതുപോലത്തെ ഒരു സംഭവം ഇടാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടി സർവീസിനൊക്കെ കൊടുത്തിട്ട് വണ്ടി റെഡിയാക്കിയൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ശാർക്കരയാണ്. ശാർക്കര കടകളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അവിടെ പോയപ്പോഴാണ് ഈ ഒരു റൈഡ് കണ്ടത്. എൻ്റെ ദൈവമേ, ഈ റൈഡിട്ടകത്തിരിക്കുന്നവർക്ക് സമ്മതിക്കണം. എനിക്കത് ഈ വക റൈഡൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ കയറത്തുമില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നു. പിന്നെ പിള്ളേർക്ക് ഇതുപോലത്തെ ഈ ജമ്പ് ചെയ്യണത് ഈ ഒരു സംഭവത്തിൽ കയറണമെന്ന് ഭയങ്കര വാശി പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അവർ എവിടെ റൈഡ് കണ്ടാലും ഈ ഒരു സംഭവത്തിൽ കയറാതെ വരുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവത്തിൽ കയറുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഇതിലൊക്കെ കയറ്റി കുറച്ച് നേരം കളിച്ചതോ അവിടെയൊക്കെ വീഴുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ. എന്നിട്ട് എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം അവിടെ കളിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അടുത്ത വീഡിയോ പുറകെ ഇടാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.